ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2026 ഏപ്രിൽ മാസം 5-ാം തീയതി ഞായറാഴ്ച മുതൽ 11-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മീനൻ രാശിയിൽ രേവതി ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ തൃതീയ മുതൽ നവമി വരെ വിശാഖം മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. വ്യാഴം മിഥുനൻ രാശിയിൽ പുണർദം നക്ഷത്രത്തിലും ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിൽ ചതയം നക്ഷത്രത്തിലും ചൊവ്വ മീനൻ രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും ശുക്രൻ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലും ബുധൻ കുംഭം മീനം രാശികളിലായി പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ ആഴ്ചത്തെ കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ വീഡിയോയുടെ അവസാനം ചേർത്തിരിക്കുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ തീരുമാനങ്ങളിൽ ചാഞ്ചല്യം അനുഭവപ്പെടും. കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. യാത്രകളിൽ കരുതൽ ഉണ്ടാകണം. ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ ഒട്ടൊക്കെ വരുതിയിൽ ആകുന്നതാണ്. ന്യായത്തിൻ്റെ ഭാഗത്ത് നിലയുറപ്പിക്കും. തൊഴിൽ മേഖലയിൽ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. സൗമനസ്യം പുലർത്തും. അവസരോചിതമായി പ്രവർത്തിക്കുവാൻ കഴിയും. കാഴ്ചപ്പാടുകളിൽ വ്യക്തത ഉണ്ടാകും. സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും ആകാംക്ഷ ഉണ്ടാകും. എന്നാൽ അതനുസരിച്ച് മുന്നേറുവാൻ കഴിഞ്ഞേക്കില്ല. ഉപജാപങ്ങളെ തിരിച്ചറിയുക എളുപ്പമായിരിക്കില്ല. ശത്രുക്കൾ പ്രത്യക്ഷത്തിൽ ഉണ്ടായില്ല എങ്കിലും പരോക്ഷമായിട്ട് ഉണ്ടായിരിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾക്ക് അനുകൂലമല്ല. വ്യാപാര വിപണന രംഗത്ത് പുരോഗതി ഉണ്ടാകും. അധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് കൂടിയ ആലോചനകൾ സഫലമാകും. ഭോഗസുഖം ഭവിക്കും. കുടുംബത്തോടൊപ്പം അവധിക്കാല ഉല്ലാസയാത്രകൾ സാധ്യമാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കരുത്. ഒപ്പമുള്ളവർ കരുതിയതുപോലെ സഹകരിക്കണം എന്നില്ല. തൊഴിൽ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഭൂമി ക്രയവിക്രയ രംഗത്ത് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. വിദേശത്ത് കഴിയുന്ന ഉറ്റവരെ ഓർത്ത് ആകുലപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇപ്പോൾ സമയം അനുകൂലമല്ല. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പൊതുവെ സ്വസ്ഥത കുറഞ്ഞേക്കാം. ആരോഗ്യ കാര്യത്തിൽ ജാഗ്രത വേണം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ക്ലേശിക്കും. അന്യരുടെ ഉപദേശങ്ങൾ സ്വാധീനിക്കപ്പെടും. ഗാർഹിക ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുന്നതിന് വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. പ്രണയികൾക്ക് സന്തോഷഭരിതമായ കാലമായിരിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതാണ്. വാരം മധ്യ ദിവസങ്ങളിൽ ശാരീരിക ക്ലേശം അനുഭവപ്പെടും. ക്ഷോഭം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. തൊഴിൽ തേടുന്നവർക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ ആകും. ധനപരമായി കരുതൽ വേണം. ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും പങ്കാളി ആവുകയും ചെയ്യും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകും. എന്നാൽ അതിലെ വസ്തുതകൾ പരിശോധിക്കുന്നതാണ്.
നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടും. മനസ്സ് തളരാതെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്ത. ഉദ്യോഗസ്ഥർക്ക് അധ്വാനഭാരം വർദ്ധിക്കും. ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും. ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം ലഘുയാത്രകൾ ഉണ്ടാകും. ആഴ്ച അവസാന ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ഉദ്യോഗസ്ഥർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും. ഏകോപനം ഭംഗിയായി സാധ്യമാകും. പങ്കാളിത്ത ബിസിനസ് വിപുലീകരിക്കും. സാങ്കേതിക കാര്യങ്ങളിൽ പലതും ഉൾക്കൊള്ളുന്നതാണ്. വാരം ആദ്യം ആലസ്യമോ കാര്യതടസ്സമോ അനുഭവപ്പെടും. എന്നാൽ ക്രമേണ കാര്യങ്ങൾ വരുതിയിൽ ആകുന്നതാണ്. കിട്ടാക്കടങ്ങൾ മടക്കി ലഭിക്കും. രാഷ്ട്രീയ നിലപാടുകളിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം. ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ്. സ്ത്രീകളുമായുള്ള സൗഹൃദം ദൃഢമാകുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ പലതും സഫലമാകും. സാമ്പത്തികമായ സമ്മർദ്ദത്തിന് അയവുണ്ടാകും. വ്യാപാര രംഗത്ത് വിപുലീകരണം സാധ്യമാകും. സന്താനങ്ങളുടെ വാക്കുകൾ പരിഗണിക്കേണ്ടതായി വന്നേക്കാം. കുടുംബത്തോടൊപ്പം ലഘുയാത്രകൾ ഉണ്ടാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം നീക്കിവെക്കും. പ്രണയികൾക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ മികച്ചതായിരിക്കും. പൊതുവെ സന്തോഷം അനുഭവപ്പെടും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും പിന്തുണയും സഹായവും ലഭിക്കും. താൽക്കാലിക ജോലി തുടർച്ച ലഭിക്കുന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടാകും. ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഉത്കണ്ഠ ഉണ്ടായേക്കാം. ഉത്സവ നടത്തിപ്പിനായി കൂടുതൽ സമയം ചെലവഴിക്കും. വരവ് വർദ്ധിക്കും എങ്കിലും ചെലവും കൂടുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാകും. കാര്യസാധ്യത്തിന് വഴി തുറക്കപ്പെടുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ശാഖ തുടങ്ങുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക വാഗ്ദാനങ്ങൾ ഫലവത്താകും. വാരം ആദ്യ ദിവസങ്ങളിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാവുന്നതാണ്. എങ്കിലും ക്രമേണ കാര്യങ്ങൾ മാറി വരുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിശ്രമങ്ങൾ ഏതു രംഗത്തായാലും വിജയിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർ എഴുത്തു പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുന്നതാണ്. സാമ്പത്തികമായി മോശം സ്ഥിതി ആയിരിക്കില്ല. വരവിനനുസരിച്ച് ചെലവും വർദ്ധിക്കുന്നതാണ്. ആദ്യത്തെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഉപാസനാദികൾക്ക് ഭംഗം സംഭവിക്കില്ല. ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് മേന്മ കുറഞ്ഞേക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് തരക്കേടില്ലാത്ത വാരമാണ്. നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് സ്വീകാര്യമാകും. എന്നാൽ ജോലിഭാരം കൂടാൻ ഇടയുണ്ട്. കൃത്യനിഷ്ഠ പ്രശംസിക്കപ്പെടും. നക്ഷത്രാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. അഷ്ടമത്തിൽ ആദിത്യൻ ഉള്ളതിനാൽ പിതാവിൻ്റെ പ്രതികരണം അനുകൂലം ആയിരിക്കില്ല. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ മികച്ചതായിരിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ
നിർവഹണത്തിൽ എത്തിക്കുവാൻ സാധിക്കും എങ്കിലും കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടി വരും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞേക്കില്ല. തന്മൂലം പഴി കേൾക്കേണ്ടി വന്നേക്കാം. കലാസാഹിത്യ രംഗത്തെ പ്രതിഭകൾക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് തിരക്ക് വർദ്ധിക്കും. ഗുരുസ്ഥാനീയരുടെ നിർദ്ദേശം സ്വീകാര്യമാകും. ചെറു യാത്രകൾ ഗുണകരമായി ഭവിക്കും. ഗൃഹനിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പ്രണയം പുഷ്കലമാവുകയും ജീവിതത്തോട് ഔത്സുക്യം കൂടുകയും ചെയ്യും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായോഗികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. അനുഭവങ്ങൾ പാഠങ്ങളാകും. പ്രവർത്തിക്കുന്നതിന് മുൻപ് പലവട്ടം ആലോചിക്കും. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയാൻ താല്പര്യം ഉണ്ടാകും. അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് സമ്മതിക്കുവാനുള്ള ആർജവം ഉണ്ടാകും. സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതാണ്. ചെലവിൻ്റെ കാര്യത്തിൽ കരുതൽ ഉണ്ടാകണം. കല ആസ്വദിക്കുന്നതിന് സമയം കണ്ടെത്തും. ഈശ്വര സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. പുതിയ ആശയങ്ങളോട് മമത കൂടും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം ഉണ്ടായേക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും. അമിതമായ അധ്വാനം കുറച്ചിട്ട് വിശ്രമിക്കുവാനും സമയം നീക്കിവെക്കും. കിട്ടാക്കടങ്ങൾ മടക്കി ലഭിക്കുവാൻ പരിശ്രമം തുടരുന്നതാണ്. തൊഴിൽ രംഗത്ത് സ്തംഭനാവസ്ഥയോ ഉത്കണ്ഠയോ ഉണ്ടായേക്കാം. കാര്യസാധ്യത്തിന് പരസഹായം വേണ്ടിവരും. കുടുംബജീവിതത്തിൽ സ്വൈര്യം ലഭിക്കുവാൻ പ്രയത്നിക്കുന്നതാണ്. ഭൂമി ക്രയവിക്രയത്തിലെ തടസ്സങ്ങൾ നീങ്ങും. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ യാത്രകളും പുതിയ ദൗത്യങ്ങളും ഉണ്ടാകും. ചെലവുകളിൽ നിയന്ത്രണം അനിവാര്യമാണ്. ആഴ്ച മധ്യ ദിവസങ്ങൾ കൂടുതൽ മികച്ചതായിരിക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. കൂടിയ ആലോചനകളിലെ നിലപാടുകൾ അംഗീകരിക്കപ്പെടും. ഔദ്യോഗിക രംഗം സുഗമമായിരിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ് വിപുലീകരിക്കുവാൻ കൂട്ടായ തീരുമാനം കൈക്കൊള്ളും. ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന മികവിൽ ആത്മവിശ്വാസം ഉണ്ടാകും. കുടുംബസമേതമുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് ജനപ്രീതി ഉയരും. പുതിയ കരാറുകൾ ഏറ്റെടുക്കും. ബിസിനസ് നവീകരിക്കുവാൻ പദ്ധതി തയ്യാറാക്കും. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ സർക്കാർ അനുമതികൾക്ക് കാത്തിരിക്കേണ്ടി വരും. പ്രണയികൾക്ക് ഇച്ഛാഭംഗത്തിന് സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതിന് വാരം ഗുണകരമല്ല. ബന്ധുവിന് സാമ്പത്തികമായി സഹായിക്കും. ചെറിയ കാര്യങ്ങളെ ചൊല്ലി സുഹൃത്തുക്കളുമായി തർക്കിച്ചേക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സങ്ങൾ ഒന്നൊന്നായി ഒഴിഞ്ഞു തുടങ്ങുന്നതാണ്. എന്നാൽ 5-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ അപ്രസക്തമായ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കാനാകും. സ്വയം തൊഴിൽ മേഖലയിൽ സാങ്കേതിക മികവ് വരുത്തുവാനുള്ള ഉദ്യമങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. വാഗ്വാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം. ദൂരയാത്രകൾക്കോ വിദേശയാത്രയ്ക്കോ വ്യക്തത വരുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾക്ക് ഊർജ്ജസ്വലത കുറയും. ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ അനുകൂലമാകും. പ്രവർത്തന രംഗത്ത് ഉണർവുണ്ടാകും. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ ഒരുവിധം വരുതിയിൽ ആകുന്നതാണ്. ധനവരവ് മോശമാകില്ല. മാതാപിതാക്കളുടെ പിന്തുണ കരുത്ത് പകരുന്നതായിരിക്കും.
ഗവേഷണ രംഗത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഉണ്ടാകും. ഗ്രഹനിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങും. സഹപ്രവർത്തകരുടെ വാക്കുകൾ ചെവികൊള്ളുന്നതാണ്. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ എത്തും. ആഡംബര വസ്തുക്കൾ വിലപേശി സ്വന്തമാക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ്. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. സഭകളിലും സമാജങ്ങളിലും ശ്രദ്ധിക്കപ്പെടും. സാമ്പത്തിക സമ്മർദ്ദം ഒഴിവാകുന്നതാണ്. ധനവരവിന് മങ്ങലുണ്ടാകില്ല. അധികാര മേഖലയിൽ സ്വാധീനം ഉണ്ടാകും. എതിർക്കുന്നവരെ അവഗണിക്കും. പുരോഗമന ആശയങ്ങളോട് ആഭിമുഖ്യം ഉണ്ടാകുന്നതാണ്. കുടുംബ അന്തരീക്ഷത്തിൽ സൗര്യവും സമാധാനവും ലഭിക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന് പ്രായോഗിക ബുദ്ധി സഹായകമാകും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. സ്വയം തൊഴിൽ മേഖലയിൽ പരിഷ്കാരം പ്രാവർത്തികമാക്കുവാനും സാധിക്കും. കൈവായ്പകൾ മടക്കി ലഭിക്കും. സുഹൃത്തുക്കളുടെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടു എന്ന് വരില്ല. കുടുംബകാര്യങ്ങൾ തടസ്സപ്പെടില്ല. സംഘടനാ രംഗത്ത് വാക്കുകൾ വിലമതിക്കപ്പെടുന്നതാണ്. കലാപ്രവർത്തനം സുഗമമാകും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ഉപാസനകൾക്കും ദൈവിക സമർപ്പണങ്ങൾക്കും തടസ്സം ഉണ്ടാകില്ല. ചെലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കളുടെ വാക്കുകൾ ആശ്വാസകരമായി അനുഭവപ്പെടും. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. വ്യാപാര വിപണന രംഗത്ത് സമ്മർദ്ദം കുറയും. വായ്പകളുടെ തിരിച്ചടവ് മുടക്കം വരില്ല. സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള ഉദ്യമങ്ങൾ സഫലമാകും. ഭൂമിയിൽ നിന്നും മോശമല്ലാത്ത വരുമാനം വന്നുചേരും. സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചന പൂർത്തിയാക്കുവാൻ സാധിച്ചേക്കും. മംഗളകർമ്മങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ സഹായം ചെയ്യുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് ശ്രദ്ധ നേടും. ആശയങ്ങൾ ആവിഷ്കരിക്കുന്നത് ഫലപ്രദമാകും. സഹജമായ കഴിവുകൾ പുഷ്ടിപ്പെടുന്നതാണ്. പൂർവിക സ്വത്തിൽ നിന്നും ധനാഗമം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ഐക്യത്തിനായി വിട്ടുവീഴ്ച വേണ്ടിവരും. കരാർ ജോലികൾ പുതുക്കി ലഭിക്കും. യാത്രകളിലൂടെ പുതിയ സൗഹൃദങ്ങൾ നേടും. ഈശ്വര സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് ഒരു കരുതൽ വേണം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് അഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം സിദ്ധിക്കും. സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. മേലധികാരികളുടെ പ്രീതി നേടുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ നേട്ടമുണ്ടാകും. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ കരുതൽ വേണം. വൈകാരിക സമീപനം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. രാഷ്ട്രീയ നിലപാടുകൾ വിമർശിക്കപ്പെടുന്നത് ആയിരിക്കും. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നേക്കാം. ധാരണകളും ചിന്തകളും തെറ്റാണെന്ന് വിമർശനം ഉയരും. പഴഞ്ചൻ നിലപാടുകളാണെന്ന് അധിക്ഷേപിക്കപ്പെടാം. മാനസിക വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ്. കടബാധ്യത പരിഹരിക്കാൻ പരിശ്രമം തുടരും. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ എത്തും. പങ്കാളിത്ത ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അനുമതിക്കായി സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിന് വിചാരിച്ചതിലും കൂടുതൽ ചെലവുണ്ടാകും. പ്രണയികൾക്ക് വിരസത അനുഭവപ്പെട്ടേക്കാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. ഒപ്പമുള്ളവരുടെ സഹകരണം ലഭിക്കുന്നതാണ്. സാമ്പത്തിക സമ്മർദ്ദത്തിന് അയവുണ്ടാകും. സന്താനങ്ങളുടെ നിലപാടുകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഉന്നതരുമായി പരിചയപ്പെടാൻ അവസരം സിദ്ധിക്കും.
അതുമൂലം ചില ശുപാർശകൾ സാധ്യമാവുകയും ചെയ്യും. ജാമ്യം നിൽക്കുന്നതിൽ കരുതൽ വേണം. പങ്കാളിത്ത ബിസിനസ് ലാഭകരമാകും. വാക്കുകൾ പരുഷമാവുകയും ചില സുഹൃത്തുക്കൾ ശത്രുക്കളാകുകയും ചെയ്യും. കലാകാരന്മാർക്ക് അവസരം അനുകൂലമാണ്. പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം മൂലം പലവിധ സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം. നിലപാടുകളോട് ഒപ്പമുള്ളവരുടെ പോലും വിയോജിപ്പുണ്ടാകും. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയാൻ ശ്രമം നടത്തും. തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. ഒരു ആലസ്യം പിടികൂടിയേക്കാം. ദുഷ്പ്രവണതകൾക്ക് വേഗം വശംവദരാകും. കലാകാരന്മാർക്ക് ചെറിയ അവസരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. പൊതുവെ ആത്മസംയമനം അനിവാര്യമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ വിരക്തി അനുഭവപ്പെട്ടേക്കാം. ഉന്മേഷം കുറയുന്നതായി തോന്നും. പല കാര്യങ്ങളും മനസ്സിൽ കടന്നുകൂടും. ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു അകൽച്ച അനുഭവപ്പെടും. കുടുംബജീവിതത്തിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും. പതിവായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. സഹോദരങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതാണ്. കലാപ്രവർത്തന രംഗത്ത് ഉന്മേഷം ഉണ്ടാകും. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ച കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയിലെ പൂയം ആയില്യം, തുലാം രാശിയിലെ ചിത്തിര ചോതി, മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം, മീനൻ രാശിയിലെ ഉത്രട്ടാതി രേവതി, മേടൻ രാശിയിലെ അശ്വതി ഭരണി, വൃശ്ചികൻ രാശിയിലെ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്കാണ്. ലോട്ടറി ഒരു ചൂതാട്ടമാണെന്ന സത്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടത്തിനാണ് സാധ്യത എന്ന ബോധവും ആവശ്യം ആണ്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.